ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. രണ്ടാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തി. നവംബർ മാസത്തിൽ തന്നെ വലിയ ഇന്ത്യൻ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ സൂര്യ നായകനെ എത്തിയ കങ്കുവ. സ്റ്റുഡിയോ ഗ്രീൻ നിർമ്മിച്ച് ശിവ സംവിധാനം ചെയ്ത 300-350 കോടി റേഞ്ചിൽ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിലെ വലിയ ദുരന്തമാകുന്ന നിർമ്മാതാവിന് വലിയ നഷ്ടമുണ്ടാക്കുന്ന സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം സിനിമയുടെ കളക്ഷൻ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നിലവിൽ പ്രതിദിനം 50 ലക്ഷത്തിലേക്ക് കളക്ഷൻ ഒതുങ്ങിപ്പോയ സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നലെ 14-ാം ദിവസം വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 104 കോടി ടച്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ 15-ാം ദിവസമാണ്. തിയേറ്ററുകളിൽ 105 കോടി ഫൈനൽ കളക്ഷൻ ഉറപ്പാക്കിയോ എന്ന് നിലവിൽ സംശയമുള്ള സിനിമ. അങ്ങനെ നേരത്തെ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷ 110 കോടി കളക്ഷനിലേക്ക് പോലും എത്തില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ 3D ചാർജ് കൂട്ടാതെ നോക്കുകയാണെങ്കിൽ 100 കോടി രൂപ പോലും സിനിമയ്ക്ക് ഗ്ലോബൽ കളക്ഷൻ ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുൻപൊരു ദിവസം പ്രേക്ഷകരെ അറിയിച്ചതുപോലെ സൂര്യയുടെ കരിയറിൽ എന്നല്ല ഇന്ത്യൻ സിനിമയുടെ കരിയറിൽ തന്നെ വലിയ നഷ്ടമുണ്ടാക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായിട്ട് പാൻ ഇന്ത്യൻ 3D സിനിമ കങ്കുവ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സിനിമയുടെ ഫൈനൽ കൃത്യമായ കളക്ഷൻ അറിയാനായിട്ട് അടുത്ത ദിവസങ്ങളിൽ പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇതിനിടയിൽ കങ്കുവ എന്ന സിനിമയുടെ പരാജയം മറ്റൊരു വലിയൊരു സൂര്യ സിനിമയെ ബാധിച്ചിരിക്കുകയാണ്. അത് ഏകദേശം 1-2 വർഷങ്ങൾക്കിടയിൽ റൂമേഴ്സ് എല്ലാം തന്നെ വന്ന കർണ എന്ന സിനിമയാണ്. ബോളിവുഡിലെ തന്നെ വമ്പൻ ബഡ്ജറ്റിൽ ഏകദേശം 600-700 കോടി ബഡ്ജറ്റിൽ ചിത്രീകരിക്കേണ്ട സിനിമയായിരുന്നു സൂര്യ നായകനെ എത്തുന്ന ജാൻവി കപൂർ നായികാവേഷത്തിലെത്തുന്ന കർണ. കങ്കുവയുടെ റിലീസിന് മുന്നേ തന്നെ സൂര്യ നായകനെ എത്തുന്ന സിനിമ ഉപേക്ഷിക്കുമെന്ന് റൂമേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ കങ്കുവയുടെ മുംബൈ പ്രൊമോഷൻ വേളയിൽ സൂര്യ തന്നെയാണ് വെളിപ്പെടുത്തിയത് സിനിമയുടെ ചർച്ചകൾ നടക്കുന്നുവെന്ന്. എന്നാൽ ഇപ്പോഴത്തെ കങ്കുവയുടെ റിലീസിന് ശേഷമുള്ള സിനിമയുടെ കളക്ഷനോടുകൂടി കർണ ഉപേക്ഷിച്ചു. അതല്ലെങ്കിൽ സൂര്യ നായകനെ എത്തുന്ന സിനിമ കർണ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കാരണം സിനിമയുടെ ബഡ്ജറ്റ് തന്നെയാണ്. സൂര്യയെ ഒഴിവാക്കി മറ്റൊരു ഇന്ത്യൻ പാൻ ഇന്ത്യൻ സ്റ്റാറിനെ വെച്ച് ഇതിനോടകം തന്നെ കർണ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്ന നിലവിൽ അൺഒഫീഷ്യൽ റൂമേഴ്സ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കർണയുടെ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഒപ്പം തന്നെ സൂര്യയുടെ അടുത്ത സിനിമകളുടെ അപ്ഡേറ്റുകൾ കേട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ.